മകൻ ക്രൂരമായ പീഡനത്തിനിരയായ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റൽ സന്ദർശിച്ച സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്. ഹോസ്റ്റലും നടുമുറ്റവും കണ്ട ജയപ്രകാശ് വിങ്ങിപ്പൊട്ടി. സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി കാണാൻ അദ്ദേഹം തയ്യാറായില്ല. പോലീസ് സീൽ ചെയ്ത മുറി ഉൾപ്പെടെ പിതാവിനെ പോലീസ് സാന്നിധ്യത്തിൽ തുറന്നു കാണിച്ചു. ജയപ്രകാശ് രാഹുൽ ഗാന്ധിയെ കാണാനായാണ് വയനാട്ടിൽ എത്തിയത്. രാഹുൽ ഗാന്ധി എംപിയെ കണ്ട് തന്റെ മകന്റെ കേസിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടാനാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ജില്ലയിലെത്തിയത്. കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ കണ്ട് അദ്ദേഹം നിവേദനം കൈമാറി. കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായി താൻ സംശയിക്കുന്നു. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അന്വേഷണം ഏറ്റെടുക്കാൻ CBI തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഇടപെടണമെന്ന് ജയപ്രകാശ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ജയപ്രകാശ് തൻ്റെ മകൻ ക്രൂരമായ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയായ പൂക്കോട് വെറ്റിനറി കോളേജ് സന്ദർശിച്ചത്. സിദ്ധാർത്ഥിനെ അതിക്രൂര റാഗിങ്ങിന് ഇരയാക്കിയ ഹോസ്റ്റലിലെ നടുമുറ്റവും ഹോസ്റ്റൽ മുറികളും അദ്ദേഹം നടന്നു കണ്ടു. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. നേരത്തെ സീൽ ചെയ്ത മുറി ഉൾപ്പെടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് തുറന്നു കാണിച്ചു. ഹോസ്റ്റൽ മുറിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം വിങ്ങിപ്പൊട്ടി. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി കാണാനുള്ള ധൈര്യം തനിക്കില്ലെന്നും അതിനാൽ തന്നെ കാണേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ മകൻ്റെ മരണം കൊലപാതകമാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ഒരിക്കൽ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചല്ല. പിന്നെ ഇന്നെനിക്ക് രാഹുൽജിയെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് അദ്ദേഹത്തിനെ കാണാമെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ട് കാണുമായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. ഈ കൊടുത്തതിനെക്കുറിച്ച് ഈ പോലീസ് അന്വേഷണം അട്ടിമറിച്ചതിന് CBI അന്വേഷണം അട്ടിമറിക്കുന്നതിന് എല്ലാത്തിനെയും കൊണ്ട് പരാതി പറയണമായിരുന്നു അദ്ദേഹത്തിനോട്. അത് ഞാൻ പരാതി പറയാനും അതിനുള്ള നിവേദനം കൊടുക്കാനായിട്ട് ഞാൻ കൽപ്പറ്റ വന്നു. കൽപ്പറ്റ വരെ വന്നപ്പോഴേ എനിക്ക് എങ്ങനെ തോന്നി, എനിക്ക് എങ്ങനെയായാലും ഇവിടം കൂടെ ഒന്ന് അവൻ്റെ റൂമും അല്ലെങ്കിൽ അവൻ്റെ കോളേജ് ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. T. സിദ്ദിഖ് MLA സാന്നിധ്യത്തിലാണ് ജയപ്രകാശ് ഹോസ്റ്റൽ സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.